ശ്രീ ഹരിദാസ്, ഒരു വർഷത്തിലേറെ വളരെ രഹസ്യമായിട്ട് കൊണ്ടു നടന്ന ഈ കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ അതുപോലെ ദല്ലാൽ നന്ദകുമാർ ഇവരുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി. പക്ഷേ എങ്കിലും പി ജയരാജന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അത് തുറന്നു പറയേണ്ടത് അനിവാര്യമായിരുന്നില്ല. കാരണം കുറച്ചുകൂടെ കാത്തിരിക്കാമായിരുന്നു. ഒരു 8 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അവസാനിക്കും, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നോക്കൂ, നമ്മുടെ മുന്നിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. അതായത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണല്ലോ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമയെ അവിടെ വീട്ടിൽ പോയി സന്ദർശിച്ചത്. അത് പാർട്ടിക്ക് ഒരു പണി കൊടുത്തതാണ്. അതുപോലെ പാർട്ടിക്കൊരു പണി കൊടുക്കണമെന്നൊരു ഉദ്ദേശം പി ജയരാജന് ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് അന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഇപ്പോൾ പറയുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെയാണ്, പിണറായിയെ ലക്ഷ്യമാക്കുന്നു, അതിനെ ഞാൻ പ്രതിരോധിക്കുകയായിരുന്നു എന്നാണ് പി ജയരാജൻ്റെ വാദം. എന്തുകൊണ്ട് അന്ന് ആ ഇലക്ഷൻ ദിവസം അത് പറഞ്ഞു എന്നുള്ളത്, ആ കൂടിക്കാഴ്ച അംഗീകരിച്ചു, അങ്ങനെ ഒരു പരാമർശം എന്തുകൊണ്ട് ഉണ്ടായി എന്നതിന് അദ്ദേഹം പറയുന്നത് ഞാൻ പിണറായിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് അങ്ങനെ പറഞ്ഞതെന്നാണ്. പക്ഷേ എങ്കിലും ഒരു ദുരുദ്ദേശം പി ജയരാജന് ഉണ്ടായിരുന്നില്ലേ? ദുരുദ്ദേശം എന്ന വാക്കിനേക്കാൾ ഈ ഇലക്ഷനിൽ CPM-ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു സീറ്റിനപ്പുറമുള്ള ഒരു സീറ്റ് കിട്ടുന്നത് ശരിയല്ല എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇലക്ഷൻ്റെ അന്ന് രാവിലെ അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞതിലൂടെ, അതിലെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ചാമ്പ്യൻ കേരളത്തിന് വേണ്ടി ഒരുപാട് മെഡലുകൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു വിഡ്ഢിത്വമില്ല. വളരെ ചിന്തിച്ചുറച്ച ജയരാജനെയാണ് നമ്മളന്ന് കണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ചിന്തിച്ചുറച്ച് ഇത് പറയാനുള്ള സമയം ഈ ഇലക്ഷൻ ദിവസമാണെന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ച് പറഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അദ്ദേഹം പറയും. താങ്കൾ നേരത്തെ ശ്രീ ജയരാജനോട് സംസാരിക്കുമ്പോൾ മലബാർ ഭാഗത്ത് കുറേ ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എറണാകുളം ജില്ലയിലെ ഒരു 10-25 എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഇടതുപക്ഷ വിശ്വാസികൾ വോട്ട് ചെയ്യാണ്ട് മാറി നിന്നിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് ഇതാണ്, ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനമാവട്ടെ, എന്താണ് പാർട്ടിയുടെ, എങ്ങോട്ടാണ് പോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് വീണ്ടും പറയുകയാണ്. പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് നിർത്തിയ കോടിക്കണക്കിന് അണികളുടെ ആ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് നേതാക്കന്മാർ നടത്തുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ മനം മടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ. ഇപ്പോൾ എനിക്ക് 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വിവരം എനിക്ക് കിട്ടിയിരിക്കുന്നത്, അവർ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജയരാജൻ ഈ തീയതി പെട്ടെന്ന് അറിയാതെ, സാധാരണ അദ്ദേഹം പറയുന്ന വിഡ്ഢിത്തം പോലെ പറഞ്ഞതൊന്നുമല്ല, അദ്ദേഹം കൃത്യമായി നമ്മളൊരു പ്രീ പ്ലാന്റോടുകൂടി അദ്ദേഹം അന്ന് പറഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷിക്കാനും അതുമാതിരി തന്നെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നീട്ടിക്കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മെനയാൻ വേണ്ടിയിട്ട് പി ജയരാജനിലൂടെ ജാവേദ്കർ വന്നിട്ട് ഈ ആടുജീവിതം കഥ മാതിരി വെറുതെ വളച്ചു കെട്ടി കൊണ്ടുപോകുകയല്ലാണ്ട് ഇതൊന്നും അല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതൊന്നുമല്ല. ആടി നിൽക്കുന്ന ജയരാജനെ BJP-യിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ജാവേദ്കർ എന്ന് പറയുന്ന വലിയ BJP-യുടെ നേതാവ് ചെന്ന് കണ്ടു എന്നുള്ള ഒറ്റവാക്കിലുള്ള നിർവചനമാണ് എന്നെപ്പോലുള്ള ഇത് വളരെ സൂക്ഷ്മമായിട്ട് ഇഴകിഴി പരിശോധിക്കാനൊന്നും നിൽക്കാത്തവർ കാണുന്ന ഒരു കാര്യം. അതിന് മുമ്പ് നടന്നിട്ടുള്ള ഡീലുകൾ എന്തൊക്കെയാണ്, അതിന് മുമ്പ് നടന്നിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ തെളിയാനിരിക്കുന്ന കാര്യമാണ്. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട്, അതായത് പാപിയോട് ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. എനിക്ക് അതിനേക്കാൾ, അദ്ദേഹം ഈ ദല്ലാലിനെയാണ് ഉദ്ദേശിച്ച് വെച്ചാൽ, അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത്, നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവന് നാറും എന്നുള്ളത് PV അൻവറേയും ശ്രീനിജനെയും പോലുള്ളവരെ ചുമന്നിട്ട് ഈ പാർട്ടി പേറുന്ന ഭാരം കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണ് ഈ ദല്ലാലിനെ പോലുള്ളവരെ ഈ രാഷ്ട്രീയ നേതാക്കൾ കൊണ്ട് നടക്കുമ്പോൾ തോന്നുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയായിടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജയരാജൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് കുറെ പാർട്ടി പ്രവർത്തകരാണ്. ഇവിടെ ശിവശങ്കരൻ പറഞ്ഞതിന് മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള ഒരു ഏജൻസിയൊക്കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. DGP മുതൽ താഴെത്തട്ട് വരെയുള്ള കോൺസ്റ്റബിൾ വരെയുള്ളവർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതുമാതിരി തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള എല്ലാവിധ പോലീസ് സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ ഓഫീസിന് കീഴിലെ തൊട്ടടുത്ത റൂമിലിരുന്നു കൊണ്ട് PR ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് തനിക്കെതിരെ നടത്തുന്ന നീക്കം, ആ ഗവൺമെന്റിനെതിരെ നടത്തുന്ന നീക്കം,
അതായത് ജനങ്ങൾക്ക് എതിരെ നടത്തുന്ന നീക്കത്തിനെ കുറിച്ചിട്ട് ഒരുവിധ വിവരവും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ജയരാജനെ, ഈ ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് മുൻകൂട്ടി ധാരണയോട് കൂടിയിട്ട് അവിടെ ഞാൻ വിയോജിക്കുകയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലോ ശിവശങ്കരൻ്റെ എല്ലാ ഇടപാടുകളും. മുഖ്യമന്ത്രി അറിയില്ല, പൊട്ടം കളിച്ചതാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ ഇടപാടുകളും നടത്തിയത്. അത് കൃത്യമായിട്ട് സ്വപ്ന സുരേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ജനങ്ങളോട് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ശിവശങ്കരൻ ശുദ്ധനാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു എൻ്റെ കീഴിലിരിക്കുന്നത് ഒരു ശുദ്ധ ഫ്രോഡാണ്. പക്ഷെ അതുകൊണ്ടാണല്ലോ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത്, ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന ടിഷ്യൂ പേപ്പറിലും ഒപ്പിടാൻ മാത്രം അദ്ദേഹം പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഇത്തരത്തിലൊരു ശിവശങ്കരനെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രി അങ്ങേയറ്റം താഴത്തേക്ക്, അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ അങ്ങേയറ്റം താഴത്തേക്ക് പോയി എങ്കിൽ അതിനേക്കാൾ വലിയ വിവേചന ബുദ്ധിയൊന്നും ഇ.പി. ജയരാജനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശ്രീ ശിവശങ്കർ, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എന്നെ ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർക്ക് പോയപ്പോൾ ഞാൻ BJP കാരനാണെന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞാച്ചിരിക്കുകയെന്ന് എൻ്റെ ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടി എന്ന സ്ഥലത്ത് ഈ DYFI നേതാക്കൾ. കാരണം എന്താ, അടിക്കടി ജനം എന്ന ചാനലിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത്. വിവേചന ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, എന്താണ് സത്യം, എന്താണ് മനുഷ്യന്റെ വികാരം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരുവിധ അറിവുമില്ലാത്തൊരു വിഭാഗം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാൾ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഞാൻ കൈരളി ചാനലിൽ 5-6 ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ CPM കാരനാണ്. ജയ്ഹിന്ദ് ചാനലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇത്രയും വിവേകബുദ്ധി ഇല്ലാതെ പെരുമാറുന്ന ഈ വർഗത്തിനോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്കിത് ചോദിക്കണം. രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ എനിക്ക് PR ശിവശങ്കരനോട് ഈ ചോദിക്കണം. വടക്കാഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നും കേവലം 28 കിലോമീറ്റർ ദൂരത്താണ് ഈ ഓട്ടുപാറ എന്ന സ്ഥലത്ത് ഈ ശോഭാ സുരേന്ദ്രന് ഈ 8 സെന്റ് ഭൂമിയുണ്ട് എന്ന് പറയുന്നത്. ഞാൻ 4 ദിവസമായിട്ട് ഗുരുവായൂർ വോട്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവാദ ദല്ലാളിലേക്ക് BJP പോലുള്ള കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു വനിതാ നേതാവ് തൻ്റെ 8 സെന്റ് ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു വിവാദ ദല്ലാളിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് BJP കാര്യമാത്ര പ്രസക്തമായിട്ട് പരിശോധിക്കണം. ശിവശങ്കരൻ കാര്യമാത്ര പ്രസക്തമായിട്ട് പരിശോധിക്കണം. ഇന്നവർ വീറോടും വാശിയോടും കൂടി പറയുന്നില്ലേ, ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കില്ല, അത് എഗ്രിമെന്റിന്റെ പൈസയാണ്. ആ വടക്കാഞ്ചേരിയിൽ ചൂലഴിച്ചിട്ട മാതിരിയുള്ള ബ്രോക്കർമാർ നിലനിൽക്കെ തൻ്റെ 8 സെന്റ് ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ളൊരു ദല്ലാളെ സമീപിച്ചുവെങ്കിൽ അവിടെ ദല്ലാൽ നന്ദകുമാർ പറയുന്ന ഒരു ലഫ്റ്റനന്റ് കേണൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് 80 ലക്ഷം രൂപ സ്വരൂപിച്ചു, ബാക്കി 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള ശോഭാ സുരേന്ദ്രൻ കാണിച്ച ഒരു വ്യഗ്രതയാണോ ഇതിന് പിന്നിലെന്ന് നിങ്ങളുടെ BJPയിലെ ഈ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അനിൽ നമ്പ്യാർ ഈ ചർച്ചയുടെ കാർഡ് എനിക്ക് അയച്ചു തന്ന ശേഷം ഞാനത് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലിട്ടപ്പോൾ എന്നോട് 4-5 BJPക്കാർ പറഞ്ഞതാണ്. BJPക്കാർ ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്, ആരാണ് BJPയിൽ നിന്ന് പങ്കെടുക്കുന്നതെങ്കിൽ ചോദിക്കണം. എന്തുകൊണ്ട് പാർട്ടി BJP എന്ന് പറയുന്ന പാർട്ടി ശോഭാ സുരേന്ദ്രനോട് ഒരു വിശദീകരണം ചോദിക്കുന്നില്ല? ഇത്തരത്തിൽ തൻ്റെ ഭൂമി വിൽക്കാൻ എറണാകുളത്ത് സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തപ്പെടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളും അന്വേഷിക്കണം. അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇത്തരം ഈ ദല്ലാളുമാരെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, കേന്ദ്രത്തിലെ 18 സ്റ്റേറ്റോ 17 സ്റ്റേറ്റോ ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പാർട്ടിയുടെ കേരളത്തിലൊരു നേതാവ് ഒരു ദല്ലാൽ നന്ദകുമാറിലേക്ക് തൻ്റെ ഭൂമി വിൽക്കേണ്ട സാഹചര്യം കൊണ്ട് എത്തിച്ചുവെങ്കിൽ അതൊക്കെ ഇത്തരത്തിൽ ന്യായീകരിക്കത്തക്ക തരത്തിലുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ PR ശിവശങ്കർ, താങ്കൾക്ക് അവസരം കിട്ടിയാൽ എന്തുകൊണ്ട് പാർട്ടി അവരോടൊരു വിശദീകരണം ചോദിക്കുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഒന്ന് വിശദീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് BJP പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പ്ലീസ്. യെസ്, ഡോക്ടർ ജയരാജ് എന്തോ പറയാൻ കൈപൊക്കി താങ്കൾ. ഇതിനകത്തൊരു മര്യാദയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചയിലില്ല. ആ ചർച്ചയിലില്ലാത്ത ഒരാളെ വലിച്ചഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അവരെന്തെങ്കിലും വസ്തു വിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. അത് ഈ ചർച്ചയിൽ കൊണ്ടുവന്ന് വലിച്ചഴിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഇതൊക്കെ ശരി മോശമായിട്ടുള്ള പ്രവണതയാണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അവരെ 8 സെന്റ് സ്ഥലം വിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നും എന്തിനാണെന്നും എല്ലാവർക്കും അറിയാം. അത് പിന്നീട് വിട്ടിട്ട് ചെകഞ്ഞിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല. അതിന്റെ ആവശ്യമില്ല. അവരെ അങ്ങ് സ്പെയർ ചെയ്തേര്. അറ്റ്ലീസ്റ്റ് അവർ ഒരു ലേഡിയല്ലേ. അത്തരം ചർച്ചകളിലൊന്നും അത് ശരിയായ നടപടിയല്ല.
ജയരാജൻ ഈ ശരിയായ ചർച്ചയിലുണ്ടോ? നടപടിയല്ല അതൊന്നും. അത് ജയരാജൻ ഈ ചർച്ചയിലുണ്ടോ? മാന്യതയ്ക്ക് നിരക്കുന്ന ഡോക്ടർ പ്രവൃത്തിയല്ല. ജയരാജൻ ഈ ചർച്ചയിലുണ്ടോ? മാന്യതയ്ക്ക് നിരക്കുന്ന പ്രവൃത്തിയല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മാന്യതയൊന്നും ദയവ് ചെയ്ത് എന്റെ മാന്യതയൊന്നും താങ്കൾ ദയവ് ചെയ്ത് ചോദ്യം ചെയ്യരുത് പ്ലീസ്. ബന്ധമില്ലാത്ത ഒരു വിഷയത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, അവരോട് പോയി ഇത് ചോദിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ ജയരാജന് അർഹതയില്ല. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ അനിൽ നമ്പ്യാർക്ക് അർഹതയുണ്ട്. അദ്ദേഹം അത് തടസ്സപ്പെടുത്താത്തോളം കാണും. താങ്കൾ ഇത് പറയുന്നത് ശരിയല്ല, ഇത് മാന്യതയല്ല. യെസ്, എന്തും നമുക്ക് ചർച്ച ചെയ്യാം, അതിനുള്ള വേദിയാണ് ഇത്. പിന്നെ ഇരിക്കുന്ന വ്യക്തികൾ അവരെ പിന്നെ ആശ്രയിച്ച് മാത്രമേ, അല്ലെങ്കിൽ അവരെ അടിസ്ഥാനമാക്കി മാത്രമേ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പിണറായിയെക്കുറിച്ചോ ജയരാജനെക്കുറിച്ചോ ഒന്നും നമുക്കൊരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഡോക്ടർ ജയരാജ്, ഇനി നിങ്ങൾ ആക്കി സംസാരിച്ചതാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല. ഓക്കെ, അതിൽ സതുദ്ദേശത്തോടെ ഒരിക്കലും അല്ല, തീർച്ചയായിട്ടും അല്ല. സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. സതുദ്ദേശത്തോടെ തന്നെയാണ് സംസാരിച്ചത്. തികച്ചും സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. തീർച്ചയായും. ഓക്കെ 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 യെസ്. അപ്പോൾ എന്തായാലും താങ്കൾ ശോഭാ സുരേന്ദ്രൻ ഫാനായി മാറിയിരിക്കുന്നു അല്ലേ? ഇപ്പൊ ഇതിനകത്തുള്ളൊരു വിഷയം 2-3 രസകരമായ, അല്ല അങ്ങനെയല്ല, ഫാൻ്റെ അല്ല, അവരൊരു സ്ത്രീയാണെന്നുള്ള പരിഗണന ഞാൻ നൽകുന്നേ ഉള്ളൂ. അത് വിട്ടേരെ. രണ്ടാമത്തെ കാര്യം, ഈ IB-യുടെ വിഷയം പറഞ്ഞില്ലേ, ഇതിനകത്ത് CPM-നകത്ത് ഒരു IB ഉണ്ടെന്നും ആ IB-യുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഒരു വശത്ത് ഇയാൾ ഭയങ്കര വെഡ്ഡിയാണെന്നും ഇയാൾ പറയുന്നത് മുഹമ്മദ് അലി ലോക്കൽ ഏതോ ഒരു ഫുട്ബോൾ പ്ലെയറുമായിട്ട് ഇയാൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. പണ്ടേ ഈ മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു എറർ, ഒരു പെർസെപ്ച്വൽ എറർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങ് ഭയങ്കര ബുദ്ധിമാനാണ്, ബാക്കിയുള്ളവരെല്ലാം കണ്ടില്ലേ പമ്പര വെഡ്ഡികളാണ്, എൻ്റെ അത്ര ബുദ്ധി ഇവർക്ക് ആർക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നൊരു സിനിക്കായിട്ടുള്ള ഒരു ശരാശരി നിലവാരം കുറഞ്ഞ ഒരു മലയാളിയുടെ മാനസികാവസ്ഥയാണ് CMK ഹരിദാസ് ഇവിടെ അതെടുത്തു പറഞ്ഞതിലൂടെ വെളിവാക്കിയെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ രണ്ടാമത് ഇതേ ആള് തന്നെയാണ് പറയുന്നത്, ഇതേ ആളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് CPM-നകത്ത് IB ഉണ്ട്. ഇതെന്ത് FBI-യോ CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനം, KGB-യോ എന്ന് പറയുന്ന സംഘടന ഒരു ചാനൽ മുതലാളി എന്ന് താങ്കൾ എന്നെ വിശേഷിപ്പിച്ചത് അതേ വിഡ്ഢിത്തത്തിന്റെ പേരിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് ഒരു ചാനലിന്റെ മുതലാളി ഈ ചർച്ചയിൽ വന്നു എന്ന് പറഞ്ഞത് ഒരു പ്രൊഫസറായ താങ്കൾ എന്നേക്കാൾ വിഡ്ഢിയായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ കേട്ടതിന്റെ കുഴപ്പമാണ്. താങ്കൾ പറഞ്ഞതിന്റെ കുഴപ്പമാണ്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമൊന്നുമല്ല, പറഞ്ഞതിന്റെ കുഴപ്പമാണ്. അന്ന് അനിൽ നമ്പ്യാർ തിരുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന്റെ മുകളിൽ താങ്കളെ പോലെ ഒരു വിഡ്ഢിന്ന് നടന്നു. ഞാൻ ഇടപെട്ടില്ലല്ലോ, താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇപ്പൊ താങ്കൾ പഴയ ചർച്ചയുടെ കാര്യം മിണ്ടാതിരിക്കട്ടെ. ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് എന്റെ അറിവിൽ, ഇത് എനിക്കൊരു പുതിയ അറിവാണുള്ളത്. ആ അറിവ് വെച്ചിരിക്കുന്ന ആരാണെന്ന് അറിയോ? ഇവരെല്ലാം ഈ പറഞ്ഞ കാര്യത്തിലേക്ക് പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചാണ് ജയരാജൻ പറഞ്ഞു വന്നത്. അതിന്റെ കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ്. കൃത്യമായിട്ട് ഒരു കോക്കസ് ഇതുപോലെ നാക്കുപിഴകൾ കണ്ടുപിടിക്കാനും ഇതുപോലെ പെർസെപ്ഷൻ എറർ കണ്ടുപിടിക്കാനും ഇതുപോലെ വേട്ടയാടാനും എന്നൊക്കെ. എന്നാൽ അയാൾ വലിയ ക്ലീൻ ആയിട്ടുള്ള ഒരാളാണെന്നും അയാൾക്ക് പിഴ പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളെയൊന്നും അദ്ദേഹത്തിന് ന്യായീകരിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ താങ്കളുടെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പേര് പറഞ്ഞ് എന്നെ വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? വീണ്ടും വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞതിനേക്കാൾ താങ്കളിപ്പോ എന്നിൽ നിന്ന് എരന്ന് വാങ്ങിയതാണ്. കുറച്ചുകൂടെ എരന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ VS നേരത്തെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകളെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ടെംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ടാവും. അതൊരു വലിയ രാഹുൽ ഗാന്ധി വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളാണോ? രാഹുൽ ഗാന്ധി ആർക്കും വിമർശിച്ചൂടെ? രാഹുൽ ഗാന്ധി ആർക്കും
നെയിം കോളിംഗ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആരെല്ലാം എന്തെല്ലാം വിളിക്കുന്നു അവരെല്ലാം അവർക്കെല്ലാം എതിരെ നിയമ നടപടികളോ അല്ലെങ്കിൽ ഇങ്ങനെ ആരും പറയുന്നില്ലല്ലോ. ഒരു അയലത്തെ വീട്ടിൽ കിണറ്റിൽ തൊട്ടി പൊട്ടി വീണാലും അതിന് ഉത്തരവാദി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഹെഡാണ് ഈ പറഞ്ഞ അന്ധമായ വിരോധം കൊണ്ട് നടക്കുന്ന ഈ ഹരിദാസിന്റെ എന്താണ് ഉദ്ദേശം പിടികിട്ടില്ല. താങ്കൾക്കൊരു ലക്ഷ്യബോധം ഇങ്ങനെയുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിലേക്ക് പോരുക ദയവ് ചെയ്തിട്ട് പ്ലീസ്. യെസ് ശിവശങ്ക, ഹരിദാസ് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഹരിദാസ് ചോദ്യം മാത്രമല്ല കുറച്ച് ഉത്തരങ്ങളും ഉന്നയിച്ചു. അത് വ്യക്തിപരമായി എനിക്കെതിരുമായി പോയി. അദ്ദേഹം അറിയാട്ടെന്ന് എനിക്കറിയാം. ഹരിദാസ് എന്നെ വ്യക്തിപരമായി അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം ചില പേര് പറഞ്ഞപ്പോ പേര് മാറി എന്റെ ഇനീഷ്യൽ കൂട്ടിയാണ് PR ശിവശങ്കർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശിവശങ്കറിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പാപിയും ശിവന്റെ ഒപ്പം ചേർന്നാൽ ശിവൻ പാപിയാകും എന്നുള്ള പേര്. നാക്കുപിഴ മാത്രം. എനിക്കറിയാം അങ്ങ് എന്നെ കുറിച്ച് അത് പറയില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. അല്ല, അപ്പോ അത് യഥാർത്ഥത്തില് എനിക്കവിടെ തോന്നിയത് ഒരു പാപിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവൻ പാപിയാവും. അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഇനി അതുണ്ടെങ്കിൽ അതൊരു ലോക്കൽ ഇതാണെങ്കിൽ അവിടെ ശരിക്ക് ചേർന്നത് ശിവശങ്കറിന്റെ പേരാണത്. കാരണം പാപിയുടെ കൂടെ ശിവശങ്കരൻ ചേർന്നപ്പോ ശിവശങ്കരനും പാപിയായി പോയി. അതാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്. കാരണം അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് ഇത് കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണം എന്ന് പിണറായി വിജയൻ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണമെന്ന് പിണറായി വിജയൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്കാരെ അല്ലെങ്കിൽ EP ജയരാജനെ അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇത് ചെയ്തിരുന്നോ? കുറച്ചു നാൾ മുമ്പ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി എങ്ങനെയാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല അഡ്വൈസർമാർക്കും എങ്ങനെയാണ് രാജിവെച്ച് പോകേണ്ടി വന്നത്? IT സെൽ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞ് പലരും പിന്നെ കാണാതായി. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പലരും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കസ്റ്റംസിന്റെയും EDയുടെയും ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടുകൾ നിരന്തരം കയറി ഇറങ്ങിയ സ്വപ്ന സുരേഷിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റി? അതുകൊണ്ട് കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ശ്രീ പിണറായി വിജയനും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ പിണറായി വിജയനെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുവാനോ അത്തരത്തിൽ തിരുത്തപ്പെടുവാനോ അദ്ദേഹത്തെ ഉപദേശിക്കുവാനോ CPMൽ ഇന്ന് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലോ പോലും ആർക്കും അധികാരമില്ല. അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ നടക്കുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ EP ജയരാജൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അത് വലിയ കാര്യമായി ഉയർത്തി കാണിക്കും. അദ്ദേഹത്തെ ശാസിക്കും, അദ്ദേഹത്തെ പരസ്യ ശാസനയോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യും. ഇത് തന്നെ കോൺഗ്രസിനും വ്യത്യാസമുണ്ട്. കോൺഗ്രസിലും ചില ആളുകൾ കൂടുതൽ തുല്യരാണ്. എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം. കേരളത്തിലെ ഒരു MP ശ്രീ ശശി തരൂർ തന്നെ 4 പ്രാവശ്യം നരേന്ദ്രമോദിയാണ് പ്രൈം മിനിസ്റ്റർ ആകുക, അല്ലെങ്കിൽ 2024 എന്താണ് സംശയം, അത് നരേന്ദ്രമോദി തന്നെയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് 4 ഇന്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്യില്ല. ശശി തരൂർ അത് പറഞ്ഞതിനെ ആരും എതിർക്കുകയുമില്ല. പക്ഷേ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി അല്ലെങ്കിൽ നേരത്തെ ഷിബു ബേബി ജോണോ ആരെങ്കിലും നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യുകയും അവരെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ പ്രേമേന്ദ്രന് ഭക്ഷണം കഴിക്കാൻ പോയാൽ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോ ചിലർ മാത്രം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ചിലരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ചിലരെ മാത്രം ആരോപണത്തിന്റെ മുന്നിൽ നിർത്തുന്ന ഒരു രീതി ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പിന്നെ ഹരിദാസ് മുന്നോട്ട് വെച്ച കാര്യം എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ ഹരിദാസോ ഞാനോ സ്ഥലം വിൽക്കുമ്പോൾ സ്ഥലം വിൽക്കാൻ വന്ന ആള് അത് കള്ളപ്പണമാണോ തരണമെന്ന് നോക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും വേണം. അല്ലാണ്ട് മേടിക്കാൻ വരുന്ന ആളിന്റെ ജാതകവും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽസും പേപ്പറും അതേപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും മേടിച്ചിട്ടേ നമ്മൾ 8 സെന്റ് സ്ഥലം വിൽക്കുകയുള്ളൂ എന്ന് കേരളത്തിൽ ആരെങ്കിലും നിശ്ചയിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊക്കെ എന്തെങ്കിലും ഒരു ജാഗ്രത ഉണ്ടായതായി ഞാൻ കരുതുന്നില്ല. അത്തരം ഒരു സ്ഥലം വിൽക്കാൻ ഒരാൾ വന്നു, അദ്ദേഹം ചെക്കായിട്ട് കൊടുത്തു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത് കൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രാഷ്ട്രീയമായ ആരോപണം മാത്രമല്ല. ഇത് EP ജയരാജനെതിരെ ഒരു വെറും ഒരു ആരോപണം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EPയെ കുറെ വർഷങ്ങളായി ഒതുക്കി നിർത്തിയതിന്റെ ഒരു ദേഷ്യം
അത് പിണറായി വിജയൻ മാത്രമാകണമെന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ള വ്യക്തി ഉയർന്നു വന്നതിനെതിരെ ഒരു വിഭാഗം ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് ഈ VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ തോമസ് ഐസക്കും ബേബിയും ഇപ്പോൾ കുറച്ചൊക്കെ ബാലനും അടക്കമുള്ള ഒരു വിഭാഗം കൃത്യമായി പിണറായി വിജയനെതിരെ നടത്തിയ ഒരു ആക്രമണമായി, അല്ലെങ്കിൽ കണ്ണൂർ ലോബിക്കെതിരെ നടത്തിയ ഒരു ആരോപണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് CPM-ലെ പഠനപ്പിണക്കത്തിന്റെയോ ഒരു ഇരുവിഭാഗമായി തിരിയുന്നതിന്റെ തുടക്കമായി ഞാൻ കാണുന്നു. അതിന് പിണറായി വിജയന്റെ പക്ഷം ആരൊക്കെയാണ് എന്ന് കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ കാണാം. ഞാൻ വിശ്വസിക്കുന്നത് EP ജയരാജനെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർട്ടിയിലെ തന്നെ ഒരു രഹസ്യ വിഭാഗം, അതല്ലെങ്കിൽ പാർട്ടിയിലെ സമ്പന്നരുടെ വിഭാഗം, അതുപോലെ തന്നെ പാർട്ടി, ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്നത് EP ജയരാജൻ. എന്ത് ആവശ്യമുണ്ടെങ്കിലും പാർട്ടിക്കാർക്ക് എന്തും പറയുവാനും അദ്ദേഹത്തെ ഏത് സമയത്തും കാണുവാനും ഒരു കാര്യങ്ങൾ നേടുവാനും EP ജയരാജനോടൊപ്പം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതും അദ്ദേഹത്തിനെതിരെ പല ഇത്തരത്തിലുള്ള ഒരു തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റുന്നു എന്ന് പറഞ്ഞതും. പാർട്ടി പ്രവർത്തകർ പറയുമ്പോൾ കണ്ണും പൂട്ടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം EP ജയരാജൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഗുണം പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് EP ജയരാജനെതിരെ ശക്തമായ ഒരു നടപടിക്കും CPM-ൽ സാധ്യതയില്ല. CPM-ൽ അത്തരം നടപടി എടുത്തു കഴിഞ്ഞാൽ CPM തന്നെ പിളരും എന്നുള്ളത് നമ്മളെക്കാൾ നന്നായി ശ്രീ പിണറായി വിജയനോ പാർട്ടിയുടെ ഗവർണർ മാഷ്ക്കോ അറിയാം. അതുകൊണ്ട് നടപടി എന്നുള്ളത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണ പ്രശ്നങ്ങളിൽ നിൽക്കും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. CP അതിജീവിക്കുമെന്നാണ് പൊതുവെ ഈ പാനലിൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട് മാത്രമേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണുകയുള്ളൂ. അങ്ങനെ കാണാൻ മാത്രമേ സാധിക്കൂ. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും